മുഴുവനും പ്രേസ്കാർ എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞിരിക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഹിതം അറിഞ്ഞിരിക്കുന്നവരും ആയിരിക്കണം. അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളും ആയിരിക്കണം, അല്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മളുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ട് രൂപാന്തരം പ്രാപിച്ചവരായിരിക്കണം എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഈ ലോകത്തിന്റെ പിടിയിൽ ആയിരിക്കുന്നവർ ആയിരിക്കരുത്, ലോകത്തെ പോലെ ആയിരിക്കുന്നവരും ആയിരിക്കരുത്, ലോകത്തിലേക്ക് അനുരൂപപ്പെട്ടവരും ആയിരിക്കരുത് എന്ന് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഇമേജിലേക്ക് അനുരൂപപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആയിരിക്കണം, അല്ലെ? അത് യേശുവിന്റെ ഇമേജിലെ കൺഫേംഡ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ യേശുവിന്റെ സഹോദരിമാര് ആയിരിക്കും, അല്ലെ? പല ബ്രദേഴ്സില് ഏറ്റവും മൂത്ത ആളാകും യേശു. അപ്പോ നമ്മള് യേശുവിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അല്ല മൈൻഡ് എന്താ പറയുക, ബോണ്ടേജിലാകാം, ബന്ധനത്തിലാകാൻ ചാൻസ് ഉണ്ട്. ദൈവം യേശുക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെ ഫ്രീഡത്തിലേക്കാണ്. പുത്രൻ നമ്മളെ ഫ്രീ ആക്കിയത് ഫ്രീഡത്തിനായിട്ടാണ്. പക്ഷെ ദൈവം അതാണ് നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ നമ്മളുടെ മനസ്സിനെ എന്താ പറയണേ പുതുക്കുന്നില്ല എങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡാണ് പുതുക്കുന്നത്. പക്ഷെ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ, അവന്റെ ഇഷ്ടത്തിന് പ്രകാരം, യേശുവിന്റെ ഇഷ്ടത്തിന്, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഇഷ്ടത്തിന് പ്രകാരമല്ല നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ബന്ധനത്തിലായി തീരുക തന്നെ ചെയ്യും. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്ന നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവേ, സംസാരം നന്ദി പറയുന്നു. Thank you, Jesus, Master. Praise you and worship you, my Father. Holy Spirit God, thank you, Lord God Almighty. ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവെ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. ലോർഡ് ഫാദർ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിന് ഞങ്ങളെ ക്ലീൻ ചെയ്യാനുള്ള ശക്തിയുണ്ട് കർത്താവ്. ലോർഡ് ഫാദർ ഗാഡ്, അങ്ങയുടെ വചനം ഞങ്ങളെ പ്രൂൺ ചെയ്യട്ടെ, ക്ലീൻ ചെയ്യട്ടെ കർത്താവ്. അങ്ങക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ മാറ്റണമേ. യേശുവിൻ നാമത്തിന്റെ പിതാവെ, അങ്ങേക്കായിട്ടും അങ്ങയുടെ മകനായിട്ടും പുത്രനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിന്റെ ആമേൻ. റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. 12ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ട മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി നമ്മൾ രൂപാന്തരപ്പെട്ടവരായിരിക്കണം, അല്ലെ? രൂപാന്തരപ്പെടേണ്ട കാര്യം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ രീതിയിൽ, പഴയ സ്വഭാവമായിട്ട്, ജഡത്തിന്റെ രീതിയിലുള്ള സ്വഭാവമായിട്ട് നടക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള എന്താ പറയുക ഹിതം അതറിയാനുള്ള കഴിയുമില്ല, അതനുസരിച്ച് ജീവിക്കാനുള്ള കഴിയുമില്ല. അപ്പോൾ നമ്മളോട് രൂപാന്തരപ്പെട്ടവരായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. രൂപാന്തരപ്പെടുന്നത് എന്തിനാണ് രൂപാന്തരപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിലാണ് രൂപാന്തരപ്പെടുന്നത്, നമ്മുടെ എന്താ പറയുന്നത് ആത്മാവിനാണ് രൂപാന്തരപ്പെടുന്നത്, നമ്മുടെ പ്രാണനാണ് രൂപാന്തരപ്പെടുന്നത്, നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മനസ്സിന് രൂപാന്തരം വന്നില്ല, പുതുക്കം വന്നില്ല എങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ടവരാകുന്നില്ല എന്ന് ചുരുക്കം, അല്ലെ? മനസ്സിലാണ് കാര്യം ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെ? 1 തെസ്സലോനിക്കയിൽ എഴുതിയിരിക്കുന്ന പോലെ, പോൾ എഴുതിയിരിക്കുന്ന പോലെ 5ാമത്തെ ചാപ്റ്റർ 23ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: നമ്മൾക്ക് ഒരു സ്പിരിറ്റ് ഉണ്ട്, അതായത് നമുക്ക് ആത്മാവല്ലേ, പിന്നെ ഒരു പ്രാണനുണ്ട്, ഒരു സോള്, അല്ലെ? എന്താ പറയുക, നമുക്കൊരു ബോഡിയുണ്ട്, നമുക്കൊരു സ്പിരിറ്റും ഒരു സോളും ഒരു ബോഡിയും ഉണ്ട്, അല്ലെ? അപ്പോ ദൈവത്തെ സംബന്ധിച്ച് ഒന്ന് വിചാരിച്ചു നോക്കിയേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. നമുക്കറിയാം, മോസസ് വഴിയാണ് ദൈവം ടാബർനാക്കിൾ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? ആ ടാബർനാക്കിൾ എന്ന് പറയുമ്പോൾ സമാഗമന കൂടാരം, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്ന സ്ഥലം, അല്ലെ? അവിടെ ഇസ്രായേൽ മക്കൾ കൊടുത്തിരുന്നു. അപ്പൊ അവിടെ ഏറ്റവും ഔട്ടർ ആയിട്ടൊരു കോർട്ടുണ്ട്, അവിടെ ഈ ബലിയൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലം, പിന്നെ ഹോളി സ്ഥലം, അല്ലെ? അവിടെ അപ്പവും ഷോബ്രെഡും ലാം സ്റ്റാൻഡും ഒക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലം, അല്ലെ? ഏറ്റവും ഉള്ളില് ഹോളി ഓഫ് ഹോളീസ്, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്ന സ്ഥലം. അവിടേക്ക് കടക്കുന്നതിന് വേണ്ടി ആരനും ആരന്റെ എന്താ പറയാ മക്കൾപ്പെട്ട അവർക്ക്, അല്ലെ? ആരണിന്റെ മരണത്തിന് ശേഷം ആരിന്റെ ഡിസെൻഡൻസ് ആയിട്ട് വരുന്നവർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം രക്തവുമായിട്ട് മാത്രം കടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അല്ലെ? അങ്ങനെ
അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾക്കൊരു സ്പിരിറ്റ് ഉണ്ട് ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ. അവിടെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്നത്. നമ്മളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹോളി സ്പിരിറ്റ് ഗോഡിൻ്റെ ആലയങ്ങൾ ടാബർനാക്കിളായിട്ട് അല്ലെ ടെൻസ് ആയിട്ട് നമ്മളെ മാറ്റിയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെയാകുമ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്പിരിറ്റിൽ ആണ് ദൈവം അല്ലെ വസിക്കുന്നത്. പിന്നെ നമുക്കൊരു സോളുണ്ട്, നമുക്കൊരു ബോഡിയുമുണ്ട് അല്ലെ. അപ്പോ നമുക്കറിയാം നമ്മുടെ ഒരു കാര്യോട് പറഞ്ഞിട്ട് നമ്മുടെ ആത്മാവിനെ പറ്റി, അതായത് സ്പിരിറ്റ് അല്ലെ, മരിച്ച സ്പിരിറ്റ് ആയിരുന്നു, അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മളിന്ന് യേശുവിന്റെ ഒപ്പമാണ് എന്ന് പറയും. ഇപ്പൊ നമുക്കൊരു എഫേസ്യർ ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ഒപ്പം നമ്മളെ ഇരുത്തിയിരിക്കുന്നു, ഹെവൻലി റിലംസിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ലെ. പിന്നെ കൊളോസ്യർ ലേഖനത്തിൽ 3ാമത്തെ ചാപ്റ്ററിലേക്ക് ഇനി പറയുന്നത് യേശുവിൽ മരിച്ചവരായിരിക്കുന്ന നിങ്ങൾ അവന്റെ ഒപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്പിരിറ്റിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മുടെ സ്പിരിറ്റ് യേശുവിലാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിലാണ് അല്ലെ. അപ്പോ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സോളാണ് അല്ലെ. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിന് ശേഷം അവന്റെ മൂക്കിലേക്ക് ദൈവം ഊതി. അപ്പൊ മനുഷ്യൻ ഒരു ലിവിങ് സോളായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ജനസിസ് 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യമില്ല, ഒരു ലിവിങ് സോളായിട്ട് അവൻ തീരുവ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ സോൾ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഐഡന്റിറ്റി. നമ്മളുടെ ആ ഐഡന്റിറ്റി ആയിട്ട് സോളിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് മൈൻഡ് അല്ലെ. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ മൈൻഡിന് എന്താ പറയുക, അത് മൈൻഡ് പുതുക്കിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ മൈൻഡ് എന്ന് വിചാരിച്ചു, നമ്മുടെ മൈൻഡ് മനസ്സ് അല്ലെ. മനസ്സ് പുതുക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മളായിരുന്ന ബന്ധത്തിൽ, പാപത്തിന്റെയും മരണത്തിന്റെ ബന്ധത്തിൽ നിന്ന് യേശുക്രിസ്തു നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു അല്ലെ. നമ്മളുടെ സ്പിരിറ്റ് മരിച്ച സ്പിരിറ്റ് ആയിരുന്നു. ആ മരിച്ച സ്പിരിറ്റില് സ്ഥാനത്ത് നമുക്ക് ഒരു പുതിയ ഒരു സ്പിരിറ്റിനെ ദൈവം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. നമ്മൾ ബോൺ അഗൈൻ അല്ലെ, വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു അല്ലെ. പഴയത് പോയി പുതിയതായിട്ട് നമുക്ക് വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുക നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നടന്ന എവിടെ? നമ്മുടെ സ്പിരിറ്റിലാണ്. ആ സ്പിരിറ്റ് യേശുവിലാണ് അല്ലെ. യേശു ഒരു സ്ഥലവും ഒരു എന്താ പറയാ വ്യക്തിയുമാണ്. അപ്പൊ യേശുവിലാണ് നമ്മുടെ ആ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്ന നമ്മുടെ സ്പിരിറ്റിലാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് സോളും എന്താ പറയുക, നമ്മുടെ ബോഡി അല്ലെ, നമ്മുടെ മനസ്സും നമ്മുടെ ബോഡി. അപ്പൊ നമുക്കറിയാം നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നിടത്താണ് മനസ്സാണ് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ആയിരിക്കുന്ന. മനസ്സിലേക്കാണ് നമുക്ക് സകലവിധത്തിലുള്ള ചിന്താഗതികളും വരുന്നത്. മനസ്സിലേക്കാണ് നമ്മൾ ഈ വായിക്കുന്ന കാര്യങ്ങളും TV-യിൽ കാണുന്ന, യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങൾ, ഫേസ്ബുക്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ വരുന്നതും നമ്മളുടെ മനസ്സിലേക്കാണ് അല്ലെ. നമ്മൾ ഓൾറെഡി രക്ഷിക്കപ്പെട്ട വ്യക്തികളായിരിക്കുമ്പോൾ നമ്മൾ യേശുവിലായിരിക്കുമ്പോൾ തന്നെ ആ മനസ്സിന് എന്താ പറയുക ബോണ്ടേജുകൾ ഉള്ള വ്യക്തികളാകാൻ സാധിക്കും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി ഫ്രീഡം അനുഭവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ മനസ്സ് ബന്ധനത്തിലാകാനും സാധിക്കും എന്ന് ചുരുക്കമല്ലേ. അതുകൊണ്ടാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിന് അനുരൂപമാകാതെ അല്ലെ നമ്മുടെ മനസ്സിനെ പുതുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സ് പുതുക്കുന്നതനുസരിച്ച് നമുക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് ചെയ്യും അല്ലെ. അപ്പൊ മനസ്സിനെ പുതുക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിന് അനുരൂപരാകരുത് എന്നതുകൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിത് ഒറ്റയടിക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ലോകത്തിന് അനുരൂപരാകരുത്, ലോകത്തിന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ കൺഫേംഡ് ആകരുത് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുന്ന കാര്യം, നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത സൈറ്റുകളിലൊന്നും പോയി കാണരുത്. ലോകത്തിലുള്ള ആൾക്കാർക്ക് പണത്തോടൊക്കെ വളരെ താല്പര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവര് ആ വ്യക്തികൾ നമ്മളാകരുത്. കളു കുടിക്കുന്നവരായിരിക്കരുത് അല്ലെ, പോർണോഗ്രഫി കാണുന്നവരായിരിക്കരുത്, ഭാര്യയെ തല്ലുന്ന ഒരു ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്ന വ്യക്തികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലോകത്ത് ഉള്ള വ്യക്തികള് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനൊന്നും നമ്മൾ ചെയ്യരുത്. ഓക്കെ, വാസ്തവം, നമ്മളൊന്നും ചെയ്യരുത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാകെ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ അറിവ് അല്ലെ, ദൈവത്തെ പറ്റിയുള്ള അറിവിന് എതിരായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം നമ്മളെ ഈ ലോകത്തിന് അനുരൂപരാക്കുക തന്നെ ചെയ്യുന്നു. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു നോക്കിയേ.
പേടിയുണ്ട് എന്ന് പറയുമ്പോൾ, പേടിയുണ്ട് അല്ല ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേടിനെയും ആങ്സൈറ്റിനെയും ഡിപ്രഷനെയും ഒക്കെ നമ്മൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും ചെയ്യാനുള്ള കഴിവില്ല, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല എന്നുള്ളൊരു തോന്നൽ അല്ലെ, അങ്ങനെ ഒരു തോന്നല്, ഓ ദൈവം എന്നെ കൈക്കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നല് നമ്മൾ വിശ്വാസികളുടെ ഇടയ്ക്ക് മിക്കവാറും ആൾക്കാർക്കുള്ളൊരു തോന്നല്. ആ തോന്നല് നമുക്ക് ഉള്ളപ്പോ നമ്മളായിരിക്കുമ്പോ നമ്മൾ ലോകവുമായിട്ട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ അല്ലെ? അതും നമ്മൾ ഈ ലോകവുമായിട്ട് അനുരൂപപ്പെടുന്നതിന് ഉദാഹരണങ്ങളാണ്. ദൈവത്തിന്റെ അറിവിൽ നിന്ന് ദൈവം നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നതിന് എതിരായിട്ട് അല്ലെ, ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ട് എന്ത് വരുന്നു, എന്താ ആയിക്കൊള്ളട്ടെ, അത് എന്താന്ന് പറഞ്ഞില്ല, ഇപ്പൊ പേടിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വലിയ ആളാന്ന് വിചാരിക്കുന്നതാണെങ്കിലും എന്താന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അത് എല്ലാം ലോകവുമായിട്ട് അനുരൂപപ്പെടുന്നതിന് ഉദാഹരണങ്ങളാണ്. എന്ന് പറഞ്ഞാല് ഈ ലോകത്തുള്ള വ്യക്തികളാണ് പേടിക്കുന്നവര് അല്ലെ, ലോകത്തുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും പേടിയാണ് അല്ലെ. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിനക്ക് ഒരു പേടിന്റെ ആത്മാവ് തന്നിട്ടില്ല, ഞാൻ ഭയത്തിന്റെ ആത്മാവിനെയല്ല നിനക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ഹോളി സ്പിരിറ്റ് ഗോഡ് ഭയത്തിന്റെ ആത്മാവില്ല അല്ലെ, ശക്തിയുടെ ആത്മാവാണ്, ബോൾഡ്നെസിന്റെ ആത്മാവാണ്, സത്യത്തിന്റെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ്. റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ്. നമ്മൾക്ക് ഭയത്തിന്റെ കാര്യമില്ല, ഭയം നമ്മുടെ പാട്ടല്ല അല്ലെ. അപ്പൊ അത് എന്താ പറഞ്ഞ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന ആ കാര്യം ലോകത്ത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പേടി എന്നുള്ളത് ലോകത്ത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പേടിക്കുമെന്ന് പറയുമ്പോൾ, നമ്മൾ ഡിപ്രഷനിലാന്ന് പറയുമ്പോൾ, നമുക്ക് ഭയങ്കര ആൻസൈറ്റിക്കുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ, നമുക്ക് ഉറക്കമേ ഇല്ല എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് അസുഖങ്ങളാണെന്ന് പറയുമ്പോൾ, നമ്മുടെ മനസ്സ് ഓൾറെഡി എന്താ പറയുക ലോകവുമായിട്ട് അനുരൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ആയിരിക്കരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്നത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മൾ കള്ളു കുടിക്കുന്നില്ല, അതൊക്കെ മാത്രമല്ല ലോകമായിട്ട് അനുരൂപപ്പെടുന്നതിന്റെ പെടുക എന്ന് പറഞ്ഞാലുള്ളത് അല്ലെ. അതിനേക്കാളൊക്കെ എന്താ പറയുക, നമ്മൾക്ക് അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളുണ്ട് അല്ലെ. ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിവോഴ്സും കള്ളുകുടിയും എല്ലാം അവിടം വരെ എത്തിപ്പെടുന്നതിന്റെ എല്ലാം മൂലകാരണമായിട്ട് വരുന്നത് കാര്യങ്ങളാണ് ഈ മനസ്സിലുള്ള ഈ എന്താ പറയുക, പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പലതരത്തിലുള്ള പേടിയും അഹങ്കാരവും അങ്ങനെയുള്ള അതിന്റെ എല്ലാത്തിന്റെ ഏറ്റവും ബേസിസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, ഈ ലോകമായിട്ട് അനുരൂപപ്പെടരുത്. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ മനസ്സിനെ പുതുക്കുന്നത് ആയിരിക്കുക. നമ്മൾ മനസ്സിനെ പുതുക്കുന്നവരായിരിക്കും. നമ്മൾ മനസ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. മനസ്സിനെ പുതുക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല, മനുഷ്യന്റെ മനസ്സിനെ പുതുക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ വചനത്തിലേക്ക് അല്ലെ, നമ്മൾ വചനത്തിൽ വേരൂന്നിയവരായിരിക്കുക, നമ്മളെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ. അപ്പോ നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നതനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിലാണ് നമ്മളെ മനസ്സിന് പുതുക്കം വരാൻ കഴിവുള്ളത്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ ക്ലീൻ ആക്കാനുള്ള കഴിവുണ്ട്. ദൈവത്തിന്റെ വചനം എന്താ പറയുക, ഒരു ഡബിൾ എഡ്ജ്ഡ് ആയിട്ടുള്ള സോഡ് പോലെയെന്ന് പറഞ്ഞിരിക്കുന്നത്, രണ്ട് സൈഡിലും മൂർച്ചയുള്ള ഒരു വാള് പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിൽ നമ്മളെ ക്ലീൻ ആക്കാനുള്ള കഴിവുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ പറയട്ടെ, രണ്ട് ഡബിൾ എഡ്ജ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും മൂർച്ചയുള്ള, നമ്മുടെ കത്തീനെയൊക്കെ ഒരു സൈഡിലും മൂർച്ചയുള്ള, പക്ഷെ ദൈവത്തിന്റെ വാക്കിനെ പറ്റി പറയുന്ന, വചനത്തെ പറ്റി പറയുമ്പോൾ അതിന് ഒന്നാമത് ജീവനുമുണ്ട്, ആത്മാവുമുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് സൈഡിലും മൂർച്ചയുള്ളെന്ന് പറയും. അപ്പൊ രണ്ട് സൈഡിൽ എന്തിനാണ് അതിന് മൂർച്ചയുള്ളത് അല്ലെ. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, എന്താ പറയുക, ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവത്തിന്റെ മക്കളെ ക്ലെൻസ് ആക്കാനും ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയും പ്രൂൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ദൈവത്തിന്റെ അതേ വചനം കൊണ്ട് തന്നെ ദൈവത്തിന്റെ അതേ വചനം തന്നെ ദൈവത്തെ വിശ്വസിക്കാത്ത, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത വ്യക്തികൾക്ക് അത് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, രണ്ടാമത്തെ കൊരിന്ത്യർക്ക് 2-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നമ്മളെപ്പറ്റി ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് യേശുക്രിസ്തുവിന്റെ അരോമയാണ് അല്ലെ. രക്ഷിക്കപ്പെട്ടവർക്ക്, ദൈവത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, നമ്മള് വചനം പറയുമ്പോൾ അത് ദൈവത്തിന്റെ അറിവിന്റെ നോളജിന്റെ ആ ഫ്രേഗ്രൻസ് അല്ലെ, സുഗന്ധം അല്ലെ, ദൈവത്തിന്റെ പറ്റിയുള്ള വിജ്ഞാനത്തിന്റെ ആ ഒരു നോളജിന്റെ ആ ഒരു സുഗന്ധം, ആ സുഗന്ധം എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക്, രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അത് സുഗന്ധമാണ്.
രക്ഷിക്കപ്പെടാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് മരണത്തിന്റെ സ്മെല്ലാണ് വരുന്നത്, അല്ല ചീത്ത സ്മെല്ലാണ് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാ ദൈവത്തിന്റെ വചനം. അതേ ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ദൈവം നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നും എടുത്തിട്ട് കണ്ടതും കേട്ടൊന്നും എടുത്തിട്ട് ദൈവം എന്താ പറയുക ജഡ്ജ് ചെയ്യത്താണ് നമ്മള്. ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് സകല മനുഷ്യരെയും ജഡ്ജ് ചെയ്യും ദൈവം, അല്ലെ? സകലത്തിനെയും ജഡ്ജ് ചെയ്യുമ്പോൾ എല്ലാവരും യേശുക്രിസ്തുവിന്റെ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേ സാധിക്കുള്ളൂ. എല്ലാവരും ജഡ്ജ്. ഇപ്പൊ നമുക്കറിയാം റോമക്കത്ത് ലേഖനത്തിൽ തന്നെ അതേ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. 14ാമത്തെ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, അല്ലെ? അപ്പൊ എന്താ 2 കൊരിന്ത്യയിലും 5ാമത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ദൈവത്തിന്റെ വചനത്തിൽ ബേസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ആ ദൈവത്തിന്റെ വചനം ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ജീവന്റേതായിട്ടാണ്. ജീവൻ ഇമ്പാർട്ട് ചെയ്യുന്നതാണെങ്കിൽ, ജീവൻ തരുന്നതാണെങ്കിൽ മറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം യേശുവിൽ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മരണത്തിലേക്കുള്ളതാണ്, അല്ലെ? അപ്പൊ അതാണ് ദൈവത്തിന്റെ വാക്കിന് ഇരുതല മൂർച്ച ഉണ്ട് എന്ന്, ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ നമ്മളോടുള്ള ഹിതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ മനസ്സ് പുതുക്കുന്ന അനുസരിച്ചാണ് നമുക്ക് രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ മനസ്സ് ഈ ലോകത്തിന്റെ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് രൂപാന്തരം വന്നില്ല എങ്കിൽ നമ്മൾ പിന്നെയും ഈ ലോകവുമായിട്ട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ബ്ലെസ്സിങ്ങും, ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിനെ തന്നെ പറയാതിരിക്കട്ടെ, ദൈവത്തിന്റെ ഹിതം എന്തെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനോ ആ ഹിതമനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാനോ നമുക്ക് സാധിക്കത്തില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബ്ലെസ്സിങ് ഒന്നും എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. ദൈവം നമ്മൾക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന ഒരു ബ്രേക്ക് ത്രൂ നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല, അല്ലെ? നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിലായിരിക്കുന്ന വ്യക്തികൾ ഒരു ന്യൂനെസ് ഓഫ് ലൈഫ്, അല്ലെ? ജീവന്റെ പുതുക്കത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ജീവന്റെ പുതുക്കത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെ? അതിനായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ബോൺ അഗൈൻ എന്ന് പറയുമ്പോൾ ആ ജീവന്റെ പുതുക്കത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അത് എൻജോയ് ചെയ്തുകൊണ്ട് ഒരു ജീവിതമായിരിക്കണം. അപ്പൊ അതിന് മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കുക. മനസ്സ് പുതുക്കണേ വചനത്തിന് മാത്രം, ഹോളി സ്പിരിറ്റ് ഗോഡ് വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലെ കാര്യം ചെയ്യുമ്പോൾ, എന്താ പറയുക, ഒരു ക്രിയ ചെയ്യുമ്പോൾ, അല്ലെ? ക്രിയ ചെയ്യുന്ന പറഞ്ഞാൽ പൂജ ചെയ്യുന്ന പോലെ അല്ല. അപ്പൊ ഞാൻ ക്രിയ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹോളി സ്പിരിറ്റ് ഗോഡിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മളെ, അല്ലെ, മാറ്റി എല്ലാ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുക. അതിന് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ദൈവത്തിന്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അല്ലെ? ദൈവത്തിന്റെ വചനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാർ ആയിരിക്കണം. അപ്പൊ അതല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തിന്റെ പാർട്ടായിട്ട് ലോകം കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കോട്ടകളായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇങ്ങനെ അടിഞ്ഞുകൂടുക തന്നെ ചെയ്യും. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്ന എന്താ പറയാ, ഐസയ 53 ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, വീട്ടിലും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്, അല്ലെ? നമ്മള് 1 പീറ്ററിൽ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മള് ഓൾറെഡി ഹീലാക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അവന്റെ അടിപ്പിണരാൽ, അല്ല, അവൻ അനുഭവിച്ച അവന്റെ ആ സ്ട്രൈപ്സ് കൊണ്ട് നമ്മൾ ഓൾറെഡി ഹീലാക്കപ്പെട്ടിരിക്കുക, നമ്മൾ ഓൾറെഡി സൗഖ്യം പ്രാപിച്ച വ്യക്തികളാണ്, അല്ലെ? സൗഖ്യം എന്നുള്ളത് ദൈവം ഓൾറെഡി ക്രോസ് ഓഫ് കാൽവറിയിൽ അതിനുള്ള പരിഹാരം കൂടെ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഏതൊരു തരത്തിലുള്ള അസുഖത്തിനായിക്കോട്ടെ, അല്ലെ? പക്ഷെ നമ്മള് ഇങ്ങനെ ഒരു വിചാരമാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളതെന്നൊന്ന് വിചാരിച്ചു നോക്കി. ഇല്ല, ദൈവം ചിലപ്പോ എല്ലാ കാര്യത്തിനും ഇങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ദൈവം ഒന്നും എല്ലാ അസുഖങ്ങളും ദൈവം സുഖപ്പെടുത്താനൊന്നും പോകുന്നില്ല. അങ്ങനെയല്ല പലരെ നമ്മൾ കാണുന്ന, അങ്ങനെയല്ലേ, അല്ലെ? ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് അവരുടെ അസുഖമൊക്കെ സൗഖ്യമാക്കപ്പെടുന്നു. പക്ഷെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം സുഖമാക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ട്. അല്ലെ, ചിലർ വിചാരിക്കുന്നത് ദൈവം സുഖപ്പെടുത്തുന്നില്ലെന്നേ. ചിലർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ വർക്കൊക്കെ തീർന്നേ. അങ്ങനെയും തിയറി ആയിട്ട് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പ്രവർത്തനമൊക്കെ തീർന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത്
കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പൊ അതൊന്നുമില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ദൈവം എന്താണ് ഉദ്ദേശിച്ചത്, ദൈവം എന്താണ് ക്രോസ് ഓഫ് കാൽവറി, യേശുക്രിസ്തു എന്താണ് നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവറിയിൽ ചെയ്തു പോയത് എന്നുള്ള ആ സത്യത്തിന് എതിരായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പ്രോമിസ് ഉണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തും ദൈവം, ഞാൻ നിന്റെ യഹോവ റാഫയാണ് എന്നുള്ള ആ വചനത്തിന്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം എന്നുള്ള ഒരു വചനത്തിന് എതിരായിട്ട് നമ്മൾ നിൽക്കുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിലൊരു കോട്ട പോലെ അതിങ്ങനെ വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എന്താ പറയുക, ഒരു സുഖം പെടാൻ സാധിക്കത്തില്ല. ഇങ്ങനെയോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിലോ, മനസ്സിൽ ഇങ്ങനെ ഒരു വാക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിലോ, ദൈവം എന്നെ സുഖപ്പെടുത്തണമേ, അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുവോ, അങ്ങനല്ല, ചിലപ്പോൾ സുഖപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം വെച്ചാല് പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ലെന്നല്ല, ചിലപ്പോൾ പെടത്തില്ലായിരിക്കും. കാരണം വെച്ചാൽ പലരും പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയില്ലല്ലോ, അല്ലെ? ഈ പാസ്റ്റർമാർ അല്ലെങ്കിൽ ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലര് സുഖപ്പെടുന്നു, ചിലർക്ക് സുഖപ്പെടുന്നില്ല. അപ്പൊ ചിലരെ ദൈവം സുഖപ്പെടുത്തും, ചിലരെ സുഖപ്പെടുത്തത്തില്ല. അതൊക്കെ ദൈവത്തിന്റെ ഹിതമാണ്, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാപമുണ്ട്, ആ പാപം ഉള്ളത് കൊണ്ടാണ് സുഖപ്പെടുത്താതിരിക്കുന്നത്, അല്ലെ? അങ്ങനെയൊക്കെ ഓരോ ചിന്താഗതികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നതെങ്കിൽ, എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ചിന്താഗതികളാണ് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് സുഖപ്പെടാൻ സാധിക്കത്തില്ല. കാരണം വിശ്വാസമില്ല, അല്ലെ? നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം, നമ്മുടെ മനസ്സിനെ പുതുക്കണം എന്ന് ദൈവം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി. വിശ്വാസം ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. വിശ്വാസം ഇല്ലാത്തടത്ത് ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അല്ലെ? ദൈവം അതാണ് ദൈവത്തിന്റെ ഹിതം. അതാണ് വിശ്വാസം ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കൂ, അല്ലെ? വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ദൈവം എന്തെങ്കിലും ചെയ്യുന്നത്. യേശുവിന് ചെയ്യാൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മൾക്ക് എന്താ പറയുക, ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, റിസീവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് പുതുക്കിയില്ല എങ്കിൽ, നമ്മുടെ മനസ്സ് പുതുക്കം പ്രാപിക്കാതിരിക്കുന്ന, അല്ല, എപ്പോഴും എന്നും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക. വചനം പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ, വചനം പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ പഴയ ചിന്താഗതികളൊക്കെ മാറുമ്പോൾ, അല്ലെ? പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പിന്നെ വന്നാലും ഒരു പ്രശ്നമല്ലാതെ വരുമ്പോൾ, അല്ലെ, അയ്യോ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, ഞാൻ എന്റെ ജീവിതം എന്തായി തീരും, അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും ഇല്ലാതെ, അല്ലെ, വചനം പറയുന്നത് ഞാൻ നിന്റെ കാര്യങ്ങളൊന്നും മൊത്തം നോക്കിക്കൊള്ളുന്നുണ്ട്, യേശുക്രിസ്തു ഒരിക്കൽ പോലും ഉപേക്ഷിക്കാത്ത ദൈവമാണെന്ന് വചനം പറയുന്നത്. അപ്പൊ അതാണ് എന്റെ റിയാലിറ്റി. അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുന്നു. ആ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്ന വ്യക്തികൾ ആയിത്തീരുന്നു, അല്ലെ? അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞേക്കും, നമ്മുടെ മനസ്സ് പുതുക്കിക്കൊണ്ടേയിരിക്കും, അല്ലെ? മനസ്സ് പുതുക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മൾ വായിക്കുന്ന വചനം കൊണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ വചനം വായിക്കുന്നവരായിരിക്കും, നമ്മൾ വചനം മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ലോകവുമായിട്ട് അനുരൂപപ്പെടാത്ത വ്യക്തികളായിരിക്കും നമ്മൾ, ഒരു ബന്ധത്തിലും ആയിരിക്കത്തില്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ, ഇന്ന് തന്നെയല്ല, കുറെ നാളുകളായിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെ, അല്ലെ? ഇങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ മക്കളാന്ന് പറയും, നമ്മൾ ചർച്ചിൽ പോകും, നമ്മൾ വചനം വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴും, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ഒരുപാട് ബന്ധനങ്ങളുമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നത്, അല്ലെ? നമുക്കറിയാം, 2 കൊരിന്ത്യർക്ക് ലേഖനത്തിലേക്ക് പോകുമ്പോൾ 10ാമത്തെ ചാപ്റ്ററിന്റെ 5ാമത്തെ വാക്കിനെ 4-5 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു, ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തും ദൈവത്തിനെതിരായിട്ട്, ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതിനെതിരായിട്ട്, ദൈവം നമ്മൾക്ക് ക്രോസ് ഓഫ് കാൽവറിയിൽ വെച്ച് നേടി തന്നിരിക്കുന്ന അതിനെതിരായിട്ട് എന്ത് വന്നുകൊള്ളട്ടെ, അല്ലെ, എന്തുമായിക്കൊള്ളട്ടെ, അതിനെ നമ്മൾ പിടിച്ച് അടക്കി വലിച്ചു പറിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി കളഞ്ഞേ പറ്റത്തുള്ളൂ, അല്ലെ? ദൈവത്തിന്റെ വചനത്തിനും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും മാത്രമേ നമ്മുടെ മനസ്സിൽ പ്രാധാന്യം ഉണ്ടാകാവുള്ളൂ, അല്ലെ? അങ്ങനെയാകുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്നവരായിരിക്കും. ദൈവത്തിന്റെ പുത്രന്മാരാകാനാ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ, അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടണമെങ്കിൽ
ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് എന്താ പറയാ കോട്ടകൾ ഉണ്ടായിരുന്നാൽ സാധിക്കത്തില്ല അല്ലെ. നമ്മൾ വിശ്വസിക്കാൻ പറ്റാതെ വരും. ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന വേറൊരു കാര്യം. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് അല്ലെ. അവിടെ നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നത് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. വിശ്വാസം കൊണ്ടാണ് ചിന്തിക്കുന്നത് അല്ലെ, ചിന്തിക്കേണ്ടത്. അപ്പൊ ആ വിശ്വാസം കൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് പറ്റും? ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ വിശ്വസിക്കാതെ വരുമ്പോൾ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കും. ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരു കാര്യം പറയും, നമ്മൾ വേറൊരു കാര്യം ചെയ്യും അല്ലെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെ. നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്ത് നിരൂപിക്കുന്നു അതുപോലെയാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതുപോലെയാണ് അല്ലെ. പിന്നെ വേറൊരു അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ലോകത്തെ കാണുന്ന പോലെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് അത് തന്നെയൊക്കെ നമ്മുടെ വായിന്ന് വരുന്നതും പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മൾ ചെയ്യുന്നതും അങ്ങനെ ഒരേ കാര്യത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കുവാണെങ്കിൽ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഒരേ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാണെങ്കിൽ അല്ലെ, അത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആയിപ്പെട്ടു അല്ലെ. ഞാനൊരു തികഞ്ഞ പരാജയമാണെന്ന് ചിന്തിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ഞാൻ തികഞ്ഞ പരാജയമായി തീരുക തന്നെ ചെയ്യും അല്ലെ. എനിക്ക് എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഇതൊന്നും ചെയ്യാൻ എന്ന് ചിന്തിക്കുവാണെങ്കിൽ അല്ലെ, നമ്മൾ അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോ നമ്മളെ അങ്ങനെ എന്നും ഒരു കുഴിയിലാക്കി വെക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അപ്പൊ അതിലെ ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ പുതുക്കുന്നവരായിരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് മനസ്സിനെ പുതുക്കി അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി മനസ്സിനെ പുതുക്കി അല്ലെ, എന്താ പറയാ മുമ്പോട്ട് ജീവിക്കുന്ന വ്യക്തികൾ ആയിരിക്കുക അല്ലെ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് റോമകത്ത് ലേഖനത്തിന്റെ 8-ാമത്തെ ചാപ്റ്റർ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുക, നമ്മള് ജഡത്തിന് അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ അല്ലെ, നമ്മളെ മനസ്സെപ്പോഴും ജഡത്തിന്റെ ഒരു മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ, അതേപോലുള്ള ചിന്താഗതികളാണ് നിൽക്കുന്നതെങ്കിൽ നമ്മള് അടുക്കുന്ന എങ്ങോട്ടായിരിക്കും? മരണത്തിലേക്കാ. പക്ഷെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് അല്ലെ, നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാകുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന മാത്രം കേട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന വ്യക്തികളാകുമ്പോൾ അല്ലെ, എങ്ങനെയാ അത് നമ്മൾ അടുക്കുന്നത് ജീവിതത്തിലേക്കാണ്, ജീവനിലേക്കാണ് അല്ലെ. അപ്പൊ അതിനെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ വേറൊന്നിനും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക അല്ലെ. ദൈവത്തിന്റെ വചനത്തിനല്ലാതെ വേറൊരു സ്ഥാനം നമ്മൾ കൊടുക്കാതിരിക്കുക അല്ലെ. നമുക്കറിയാം പലപ്പോഴും പലരെ പറ്റി ദേഷ്യവും എന്താ പറയുക വൈരാഗ്യവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് വരും അല്ലെ. ഒരാൾക്ക് പോലും പറയാൻ പറ്റത്തില്ല, ഞാൻ വളരെ ഹോളി ആയിട്ടുള്ള, വളരെ എന്താ പറയുക ഒരു പാപവും ചെയ്യാതിരിക്കുന്ന, വളരെ നൈർമല്യമുള്ള ഒരു വ്യക്തിയാണെന്ന് ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടൊന്നും അല്ല യേശുക്രിസ്തു നമ്മളെ സ്വീകരിച്ചത്. നമ്മൾ പാപികളായിരുന്നപ്പോ നമ്മൾ സ്വീകരിക്കുക ചെയ്തത് അല്ലെ. അവന്റെ കൃപയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ് തന്നെ അല്ലെ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയണ്ട, അയ്യോ ഞാൻ ചിന്തിക്കുന്നതെല്ലാം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുന്നു, അങ്ങനെയൊന്നും വിചാരിക്കാൻ പോലും പോകണ്ട കാര്യം. അങ്ങനെയൊന്നും അല്ല മനുഷ്യര്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ദൈവം ഇവിടെ പറയേണ്ട കാര്യമില്ല. മനസ്സിനെ പുതുക്കുക എന്ന് ദൈവം പറയേണ്ട ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ വളരെ എല്ലാം കൃത്യമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ, നന്മ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നെങ്കിൽ പിന്നെ ദൈവത്തിന് പറയേണ്ട കാര്യമില്ല, മനസ്സിനെ പുതുക്കുക എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മള് മനസ്സിനെ എന്താ പുതുക്കിയിരിക്കുന്നതായിരിക്കുക ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്ലെ. വചനം കൊണ്ട്, വചനമായിരിക്കട്ടെ നമ്മുടെ മനസ്സിന്റെ എന്താ പറയാ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് അല്ലെ. നമ്മള് മാനുഷികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കും, ലോകത്തിന് അനുരൂപമായിട്ട് ചിന്തിക്കാതിരിക്കുക അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുമ്പോ അല്ലെ, അത് അപ്പോഴേ തന്നെ മുളയിലേ തന്നെ അങ്ങോട്ട് നുള്ളിക്കളഞ്ഞേക്കുക. പിന്നെ അതുമായിട്ട് മുമ്പോട്ട് പോകരുത്. ഒരു പ്രാവശ്യം ഒരു ചിന്ത വരുമ്പോഴേക്കും അത് നശിപ്പിച്ചു കളഞ്ഞില്ല, പിന്നെ ഒരു ചിന്തയും കൂടെ ആവും, 2 ചിന്തയോ 3 ചിന്തയോ അല്ല, പിന്നെ അതെങ്ങനെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതെ ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലെ. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതുപോലുള്ള വ്യക്തികളാണ് നമ്മൾ. അങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത്, ആ ഹൃദയത്തിൽ നമ്മൾ നിരൂപിക്കുന്ന അനുസരിച്ച് അതുപോലെയാണ് നമ്മുടെ സ്വഭാവമാകുന്നത്. അപ്പൊ നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേ അപ്പോഴേ നമ്മൾ മുളയിലെ തന്നെ നുള്ളിക്കളയുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. ദൈവത്തിന്റെ വചനം കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തട്ടെ, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിനാണ് നന്ദി പറയുന്നു. ഡബിൾ എഡ്ജ് സോഡായിട്ട് ഞങ്ങളുടെ കയ്യിൽ അങ്ങയുടെ വചനം തന്നിരിക്കുന്നു. അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങൾ ക്ലീൻ ആക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവ് ലോട്ട്പാത്തുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുന്നു.
Lord Father God. ഏതെങ്കിലുമൊക്കെ ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലുള്ള ചിന്താഗതികൾ, അല്ലെങ്കിൽ കർത്താവ് ഞങ്ങളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ചിന്താഗതികൾ കർത്താവെ, ഞങ്ങളെ അങ്ങയിൽ നിന്ന്, അങ്ങയിലുള്ള വിശ്വാസത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മാറ്റുന്ന, ഓ മാസ്റ്റർ ഗോഡ്, അങ്ങയിൽ വിശ്വസിക്കാൻ ഞങ്ങളെ അനുവദിക്കാത്ത തരത്തിലുള്ള ചിന്താഗതികൾ ആരുടെയെങ്കിലും മനസ്സിലേക്ക് കർത്താവ് ലോഡ് ഫാദറിൽ വരുന്നുണ്ടെങ്കിൽ കർത്താവെ, അങ്ങനെയുള്ള ചിന്തകൾക്ക് ആരെങ്കിലും അടിമകളാണെങ്കിൽ കർത്താവെ, ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവെ, ആ ബോണ്ടേജിൽ നിന്ന് കർത്താവെ, ആ ബന്ധനത്തിൽ നിന്ന് കർത്താവ് അവരെ ഒന്ന് വിടുവിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഹോളി സ്പിരിറ്റ് ഗോഡ്, മാസ്റ്റർ ഗോഡ്, അങ്ങേക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ കർത്താവെ. പല വ്യക്തികളുടെ മനസ്സിലേക്ക് കർത്താവ് പലതരത്തിലുള്ള ചിന്തകൾ കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു കർത്താവെ. അതിൽ നിന്ന് അവർക്കൊരു മോചനം കൊടുക്കണം അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങയുടെ വചനം കൊണ്ട് ക്ലീൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ജീവനായിട്ട് വരട്ടെ കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ ജീവൻ ഞങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്ത് തന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ രൂപാന്തരം പ്രാപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, അങ്ങനെ പോലെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കേട്ടിരിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥന അനുഗ്രഹിക്കുന്ന കേട്ടെന്നു ദൈവത്തിനകത്ത് മാത്രം